നമസ്കാരം. നമ്മൾ ഒരു കുറ്റകൃത്യം നടക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാറുണ്ട്. നമ്മൾ കൊടുക്കുന്ന പരാതി എല്ലാം കണ്ടിട്ട് പോലീസിന് നമ്മളോട് താല്പര്യമുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള പരിഗണന ലഭിക്കുന്നുണ്ടെങ്കിൽ അവരുടൻ തന്നെ അത് എഫ്ഐആർ ഇടും. അതല്ലെങ്കിൽ കുറച്ച് അന്വേഷിക്കട്ടെ എന്ന് പറയും. അത് അന്വേഷിച്ച് പോകും. അതല്ല, പോലീസ് ഓഫീസർക്ക് ഈ കേസിനെ പറ്റി SHOയ്ക്ക് വലിയ അറിവ് അദ്ദേഹത്തിന് ശരിക്കും ലഭിച്ചില്ലെങ്കിൽ അന്വേഷിച്ചതിന് ശേഷം എഫ്ഐആർ ഇടാം. ഇങ്ങനെ പല രീതിയിൽ അവർ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പറഞ്ഞു വന്നത്, കുടുംബം പോറ്റാൻ വേണ്ടി കഴിഞ്ഞ 40 വർഷമായിട്ട് സ്വകാര്യ ബസ്സുകളിലെ കിളിയായിട്ടും പിന്നെ കണ്ടക്ടറായിട്ടും ജോലി ചെയ്യുന്ന ഒരു മനുഷ്യൻ, സാധാരണ സ്വകാര്യ ബസ്സുകളിൽ എല്ലാം തന്നെ കളക്ഷൻ ബാറ്റയോ കളക്ഷനുള്ള കൂലിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത്ര രൂപയ്ക്ക് ഇത്ര രൂപ കമ്മീഷൻ എന്ന രീതിയിലാണ് പോകുന്നത്. അതിലെല്ലാം ഉപരി കണ്ടക്ടറേയും ഡ്രൈവറുടെയും ക്ലീനറുടെയും ശമ്പളം എടുത്ത് വണ്ടിയുടെ ചെലവും കഴിഞ്ഞ ശേഷം ബാക്കി പൈസയാണ് മുതലാളിക്ക് ലഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 1 രൂപ കൂടുതൽ കിട്ടിയാൽ അതിനകത്ത് 10 പൈസയെങ്കിലും തങ്ങൾക്ക് കിട്ടുമെന്നുള്ളൊരു ധാരണ ഈ കണ്ടക്ടർമാർക്ക് ഉണ്ട് എന്നുള്ളതാണ് സത്യം. സന്ദർഭോചിതമായി പറഞ്ഞുകൊള്ളട്ടെ, ബസ്സിലെ ഏറ്റവും മോശമായ പണി എന്താണെന്ന് ചോദിച്ചാൽ അത് കണ്ടക്ടർ പണി തന്നെയാണ്. പറയാൻ കാരണം, കൈ കാണിക്കുമ്പോഴും ബസ്സിൽ കയറുമ്പോഴും ടിക്കറ്റ് എടുക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും യാത്ര അവസാനിപ്പിക്കുമ്പോഴും ഓരോ വ്യക്തികളും പല രീതിയിലുള്ള സ്വഭാവമാണ് കാണിച്ചു കൂട്ടുന്നത്. വിശേഷിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ, അവർക്ക് കൺസെഷൻ കൊടുക്കണം. കൺസെഷൻ അവരുടെ അവകാശമാണ്. പഠിക്കുക എന്നുള്ള അവരുടെ അവകാശമാണ്. സ്കൂളിലെ ഫീസ് കൊടുക്കുന്നത് 1000 2000 3000 മാസമോ ആഴ്ചയിൽ കൊടുത്താലും പ്രശ്നമില്ല. കുഞ്ഞുങ്ങൾ ഓരോ ദിവസവും 10 100 150 രൂപ ടിഫിൻ വാങ്ങാൻ വേണ്ടി കൊണ്ടുവരികയും അതല്ലെങ്കിൽ അവർക്ക് കൈമണിക്കായി വീട്ടുകാർ കൊടുക്കുകയൊക്കെ ചെയ്യുന്ന പൈസ, അല്ലെ എങ്ങനെങ്കിലുമൊക്കെ കുറേ പണം അവരുടെ കയ്യിൽ എല്ലാ ദിവസവും ഉണ്ടാകും. നല്ല രീതിയിൽ അവർ പണം ചിലവാക്കുകയും ചെയ്യും. എല്ലാ ജില്ലാ തലങ്ങളിലും STFC എന്ന് പറഞ്ഞൊരു സംവിധാനം കളക്ടറുടെ ചെയർമാനായിട്ടുണ്ട്. സ്റ്റുഡൻസിൻ്റെ ട്രാവലിംഗ് ഫെസിലിറ്റിക്ക് വേണ്ടിയുള്ളതാണ്. അവരാണ് കൺസെഷനെ പറ്റിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് +2 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര അനുവദിച്ചിരുന്നു. അത് എത്ര പേർ ഉപയോഗിക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇത്രയൊക്കെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരാളിനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ക്രൂരത എന്താണെന്ന് ചോദിച്ചാൽ അയാൾക്ക് തല്ലും കൊടുത്തിട്ട് അയാളുടെ പേര് കേസ് കൊടുക്കുക എന്നുള്ളതാണ്. ഇവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. 4/7/2024 തിരുനക്കര പറയുന്ന ഒരു ബസ്സിൽ കോട്ടയം ജില്ലയിലാണ് യാത്ര ചെയ്യാൻ വേണ്ടി ഒരു പെൺകുട്ടി വൈകിട്ട് 5 മണിക്ക് കയറുന്നു. ജീൻസും ടീഷർട്ടുമാണ് അവിടെ വേഷം. അവൾ കൺസെഷൻ ആവശ്യപ്പെട്ടു. അപ്പോൾ സ്കൂൾ ബാഗോ യൂണിഫോമും ഐഡൻറ്റിറ്റി കാർഡും ഉണ്ടെങ്കിൽ ആ ആളിന് 7 മണി വരെ കൺസെഷൻ കൊടുക്കാൻ പ്രൈവറ്റ് ബസ്സുകാരൻ നിയമപരമായി ലൈബിളാണ്. അപ്പോൾ ഇതൊന്നും കാണാതിരുന്നപ്പോൾ ചോദിച്ചു, മോളെ നീ എവിടെ പോയിട്ട് വന്നതാണ്, എന്തിനാണ് നീ ഈ സമയത്ത് വന്നത്, നിനക്ക് കൺസെഷൻ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കുറേ നേരം അവൾ വഴക്കുണ്ടാക്കി. അതങ്ങനെയാണല്ലോ, അവരെ ട്രെയിൻ ചെയ്ത് വിടുന്നത് അങ്ങനെയാണ്. വഴക്കൊക്കെ ഉണ്ടാക്കി. അതിനുശേഷം അവൾ ഇറങ്ങിപ്പോയി. വണ്ടി അടുത്ത ദിവസം ട്രിപ്പ് വന്ന സമയത്ത് രാവിലെ ഈ ബസ്സിൽ അദ്ദേഹത്തിൻ്റെ മകൻ, കണ്ടക്ടറുടെ മകൻ കൂടി ഉണ്ടായിരുന്നു. മകൻ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ വീട്ടാവശ്യത്തിനുള്ള പൈസ അച്ഛൻ്റെ അന്നത്തെ വേതനത്തിൽ നിന്ന് അഡ്വാൻസായി പറ്റി വീട്ടിലേക്കുള്ള ആഹാര സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയാണ് ആ കുട്ടി വന്നത്. അച്ഛനും മകനും കൂടി ഒരു സീറ്റിലിരിക്കുമായിരുന്നു. ഈ പെൺകുട്ടിയുടെ നേതൃത്വത്തിൽ അവളുടെ ബന്ധുക്കളും കൂട്ടുകാരും എല്ലാം കൂടി വന്ന് ഈ മനുഷ്യനെ ശരിക്ക് അടിച്ച് തകർത്തു. ശരിക്ക് കൊടുത്തു. അദ്ദേഹത്തിൻ്റെ മകന് വരെ അടി കൊടുത്തു. ആ കുട്ടിയെ പോലും വെറുതെ വിട്ടില്ല. സാധാരണഗതിയിൽ അടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെന്താ അടുത്ത നടപടി? അടി കൊടുത്തവൻ ആദ്യം പോയി കേസ് കൊടുക്കും. അടി കൊണ്ടവൻ ഹോസ്പിറ്റലിൽ പോയി കിടക്കും. അതാണല്ലോ നമ്മുടെ നാട്ടിലെ പതിവ്. അതൊന്നും പോലീസ് നോക്കാറില്ല. ആരാണോ ആദ്യം കൊണ്ട് തരുന്നത്, ആരാണോ ആദ്യം വരുന്നത് അവരെ പരിഗണിക്കുകയാണ് പോലീസിൻ്റെ ചുമതല. എന്നാൽ ചിങ്ങവനം പോലീസ് സ്റ്റേഷനിൽ ഇവർ കൊണ്ട് പരാതി കൊടുത്തു, ഈ പെണ്ണിൻ്റെ വീട്ടുകാർ. അപ്പോൾ പെണ്ണിന് 18 വയസ്സിൽ താഴെ പ്രായമുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ 18 വയസ്സിൽ താഴെ പ്രായമുള്ള പെൺകുട്ടിയോ ആൺകുട്ടിയോ പരാതി കൊടുത്താൽ പോലീസ് ആദ്യം എന്താ ചെയ്യുന്നത്? പോക്സോ കേസ് കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ 18 വയസ്സിൽ താഴെയുള്ള പല പെൺകുട്ടികളും, പാവപ്പെട്ടവൻ്റെ വീട്ടിലെ പല പെൺകുട്ടികളുടെ നേരെയും ലൈംഗിക അതിക്രമങ്ങൾ ഉണ്ടായിട്ട് പോലും അതിലെ പ്രതികളെ രക്ഷപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനവും നമ്മുടെ പോലീസ് സേനയിലെ പലരുടെ ഭാഗത്തുനിന്നുണ്ടായി. എന്തായാലും അടിയൊക്കെ കൊണ്ട് ആശുപത്രിയിലൊക്കെ പോയിട്ട് ഈ മനുഷ്യൻ പ്രദീപ് കുമാർ അദ്ദേഹത്തിൻ്റെ മകനും കൂടി ചിങ്ങവനം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ ചെന്നു. അപ്പോൾ ചിങ്ങവനം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഇതിനകത്ത് കേസെടുക്കത്തില്ല, ഇതിനു മുമ്പ് വേറൊരു കേസ് വന്നിട്ടുണ്ട്, അതിനകത്ത് കേസെടുക്കുക, അതുകൊണ്ട് കേസ് ഒത്തുതീർക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പെൺകുട്ടിയുടെ ആവശ്യം എന്താ, വീട്ടുകാരുടെ ആവശ്യം എന്താണ്? കേസ് ഒത്തുതീർക്കുക എന്നുള്ളതാണ്. അതിന് ആരാണ് മീഡിയേറ്റർ? പോലീസ്. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ കുറ്റം ചെയ്തിട്ടില്ല, എനിക്ക് യാതൊരു കാരണവശാലും ഇതിനകത്ത് ഈ പറഞ്ഞ രീതിയിൽ കേസ് ഒത്തുതീർക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഒരു ഡിമാൻഡ്, ഒരു 50,000 രൂപ അടി കൊണ്ടതിന് അടിയും കൊടുത്ത്
പുളിയും കുടിച്ചെന്നൊക്കെ പറയത്തില്ലേ, അതിനുവേണ്ടി ഒരു 50,000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു. അയാൾ അതിനും വഴങ്ങിയില്ല. വഴങ്ങാതെ അപ്പോഴത്തേക്ക് പോലീസ് എഫ്ഐആർ ഇട്ടു. ഈ സമയത്ത് അദ്ദേഹം കോട്ടയം സെഷൻസ് കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം നേടി. ആ കേസ് പോലീസ് ഫൈനൽ റിപ്പോർട്ട് ഹാജരാക്കി. ഫൈനൽ റിപ്പോർട്ട് ഹാജരാക്കിയതിന് ശേഷം ഈ ഫൈനൽ റിപ്പോർട്ടിനകത്ത് ആർഗ്യുമെൻ്റ് ഒക്കെ വരാൻ പോകുന്ന ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ ഈ കേസ് നല്ലപോലെ പഠിക്കുകയും കേസ് കള്ളക്കേസാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തതിന് ശേഷം ഫാസ്റ്റ് ട്രാക്ക് കോടതിയിൽ കൊണ്ടുവന്ന് ഡിസ്ചാർജ് പെറ്റീഷൻ ഫയൽ ചെയ്തു. പലർക്കും അറിയാത്തൊരു കാര്യമാണ്, നമുക്കെതിരെ വരുന്ന പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ സംഭവിച്ചിട്ടില്ല എങ്കിൽ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ പോലീസ് കേസെടുത്തിട്ടുള്ളതെങ്കിൽ, സംഭവമായി അതിന് യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിലാണ് ഫൈനൽ റിപ്പോർട്ടെങ്കിൽ ആ റിപ്പോർട്ടിൻ്റെ പുറത്ത് പ്രതിക്ക് ഡിസ്ചാർജ് പെറ്റീഷൻ കൊടുക്കാം. ആ ഡിസ്ചാർജ് പെറ്റീഷൻ സാധാരണ കോടതിയിലുള്ള മജിസ്ട്രേറ്റുമാരൊക്കെ അനുവദിക്കുകയും ചെയ്യും. ഡിസ്ചാർജ് പെറ്റീഷൻ കൊടുക്കുമ്പോൾ എതിർകക്ഷിക്ക് നോട്ടീസ് കൊടുക്കും, കോപ്പി കൊടുക്കും, കോടതിക്ക് കൊടുക്കുന്നതിനൊപ്പം അവർ കോപ്പി കൊടുക്കും. ആ കോപ്പി ഈ കേസിൽ മിക്കവാറും GP ആയിരിക്കും, ഗവൺമെൻറ് പ്ലീഡർ ആയിരിക്കും, അല്ലെങ്കിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരിക്കും വാദിച്ചിട്ടുള്ളത്. എന്നാലും അതിനകത്തുള്ള വാദം നടന്നു. ഇന്ന് കോടതി അയാളെ വെറുതെ വിട്ടു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. എന്താണ് ഇതിനത്ര പ്രാതിനിധ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സാധു മനുഷ്യൻ്റെ മേൽ ആ കോടതി അതിൻ്റെ പ്രാഥമിക ചുമതല നടപ്പിലാക്കി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ വിസ്തരിച്ചാൽ കേസ് വിട്ടുപോയേക്കാം. എങ്കിൽ പോലും തൻ്റെ മുമ്പിൽ വന്ന ഫയലിനെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ചെയ്തിരുന്ന പോലെ തന്നെ മൈൻഡ് അപ്ലൈ ചെയ്യുവാനും, പോക്സോ ആണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ പോക്സോ സെക്ഷൻ 11, 12 BNS 75 അല്ലെ പഴയ 354 കണ്ടുകൊണ്ട് തന്നെ ഉടൻ തന്നെ അത് വിസ്താരത്തിലേക്ക് പോകാതെ ആ കേസ് ഒന്ന് പഠിക്കുവാൻ കൺസേൺ ജില്ലാ ജഡ്ജി ഇതിനകത്ത് തയ്യാറായി എന്നുള്ളതാണ് ഈ പ്രദീപ് കുമാറിന് മാനഹാനി ഉണ്ടാകാതെ രക്ഷപ്പെടാൻ സാധിച്ചത്. ഒരു കാര്യമേ ഉള്ളൂ, കുഞ്ഞുങ്ങളൊക്കെ തന്നെ എൻ്റെയും നിങ്ങളുടെയൊക്കെ എന്നെ കേൾക്കുന്ന എല്ലാവരുടെയും മക്കളൊക്കെ തന്നെ നമ്മളും ഒക്കെ സ്വകാര്യ ബസ്സുകളിൽ യാത്ര ചെയ്യുന്നവരാണ്. സ്വകാര്യ ബസ്സിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ ഏറ്റവും മോശമായ രീതിയിൽ എല്ലാ ടെൻഷനും ഉണ്ടാക്കുന്ന ഒരു ജോലിയാണ് കണ്ടക്ടർ പണി. ഒരു ജീവനക്കാരനും നിങ്ങൾക്കെതിരല്ല. ജീവനക്കാരെല്ലാം തന്നെ നമ്മുടെ മുമ്പിൽ നമുക്ക് സേവനം നൽകാൻ വരുന്ന ആരും നമുക്കെതിരല്ല. അവരും നിത്യവൃത്തിക്ക് വേണ്ടി കൊണ്ടുപോകുന്നവരാണ്. അപ്പോൾ അവരോട് നമ്മൾ സൗമ്യമായി ഇടപെടുകയും തിരിച്ച് യാത്രക്കാരുടെ സൗമ്യമായി ആ ആൾക്കാരും കയറുന്നവരും ബസ്സിലെ സ്റ്റാഫും ഒക്കെ ഇടപെട്ടാൽ കുറേയൊക്കെ പ്രശ്നങ്ങൾ ഒഴിവാക്കി കിട്ടും. എന്തായാലും കോടതി കയറുവാനും ജയിലിൽ കിടക്കുവാൻ അദ്ദേഹത്തിന് യോഗമില്ലാത്തത് കൊണ്ടും ആ കേസ് പഠിച്ച ജഡ്ജിന് ഇതിനകത്ത് സത്യമില്ലാന്ന് മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് ആ മനുഷ്യൻ രക്ഷപ്പെട്ടു. പക്ഷേ അതിനകത്ത് എടുത്തു പറയേണ്ടത്, അദ്ദേഹം കൊടുത്ത പരാതിയിലും അദ്ദേഹത്തിൻ്റെ മകൻ കൊടുത്ത പരാതിയിലും ഈ നാളിതുവരെ ഒരു അന്വേഷണവും നടന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും അവസാനം അയാളുടേതായ വാക്കുകൾ പുറത്തു വന്നിട്ടുള്ളത്. അതങ്ങനെ സംഭവിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.